സാർ, അപ്പോൾ നമ്മൾ വളരെ സന്തോഷമുള്ള സിറ്റുവേഷൻ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഒരുപാട് റിസൾട്ട് നമുക്ക് തൃശ്ശൂർ ക്യാമ്പസിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തവണ നമ്മുടെ പുതിയൊരു ക്യാമ്പസിലാണ് തൃശ്ശൂരിൻ്റെ അക്കാഡമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ കുട്ടികളുടെ സാറിന് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? നമ്മളിപ്പോൾ ഈ ക്യാമ്പസ് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 2 months ആയിട്ടുള്ളൂ. ഇവിടെയാണ് നമ്മുടെ പുതിയ ബാച്ചുകൾക്ക് അഡ്മിഷൻ നടക്കുന്നത്. ക്യാമ്പസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 1 kilometer മാറി, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1.5 kilometer മാറി വളരെ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഈ പുതിയ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ വളരെ സ്മൂത്ത് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ നമുക്കിപ്പം ഇത്തവണ എന്താണ് ജെഇ ഹൈബ്രിഡ് പ്രോഗ്രാം ആണ്. ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒന്നാമത് പ്രത്യേകത സാറ് പറഞ്ഞ പോലെ തന്നെ ഹൈബ്രിഡ് ആണ്. രണ്ടാമത് പുതിയ ബ്രാൻഡ് ന്യൂ മെറ്റീരിയൽസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് പുതിയ കാലഘട്ടത്തിൽ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് സാറിന് അതിനെ കുറിച്ച്? സാറിന് അറിയാലോ, ഇപ്പൊ നമ്മുടെ ഒരു കോവിഡിന് മുമ്പും കോവിഡിന് ശേഷം എന്ന് പറയുന്ന പോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടറിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് സൈലത്തിന് മുമ്പും സൈലം വന്നതിന് ശേഷമുള്ള മാറ്റം. തീർച്ചയായിട്ടും മുമ്പ് നമ്മുടെ ഒരു നോർമൽ സിസ്റ്റം അനുസരിച്ചിട്ട് കുട്ടികൾ 6 ദിവസം ആഴ്ചയിൽ ക്ലാസ്സിന് പോയി 1 ദിവസം മാത്രം പഠിക്കാൻ കിട്ടിയിരുന്ന സന്ദർഭത്തിൽ ഓൾറെഡി നന്നായിട്ട് ഒരു ഹിസ്റ്ററിയുള്ള കുട്ടികളാണ് കൂടുതലും എൻട്രൻസ് എക്സാമിനേഷൻ ചെയ്യുന്നത്, ക്രാക്ക് ചെയ്തിരുന്നത്. അതിൽ നിന്നും മാറി ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ ഇനഫ് ടൈം കൊടുത്തുകൊണ്ടുള്ള സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ വരുന്ന ഓരോ കുട്ടിക്കും ആ കുട്ടിയുടെ പാസ്റ്റ് എന്തുമായിക്കോട്ടെ പാസ്റ്റിനെ വകവയ്ക്കാതെയുള്ള റിസൾട്ടുകളാണ് കുട്ടികൾ നമുക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും നൂതനമായ ഏറ്റവും ഒരു പരിഷ്കാരമാണ്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥാപനങ്ങളും ഇപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. കൂടുതലായിട്ടും പഠിക്കാനുള്ള സമയം കിട്ടും. അങ്ങനെ ഒരുപാട് ഇപ്പൊ നമ്മള് ഹൈബ്രിഡ് നമ്മൾ തുടങ്ങുക പറയുമ്പോൾ ആക്ച്വലി ഒരു ദിവസം നമ്മൾ ആ കുട്ടികൾക്ക് എന്താണോ അടുത്ത ദിവസം ക്ലാസ് എടുക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് സെഷൻ നമ്മൾ അവർക്ക് കൊടുത്ത് അവരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് അവരവിടേക്ക് വരുന്നത്, ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പൊ ക്ലാസ്സിൽ അവർക്ക് അതിനെക്കുറിച്ചൊരു ഒരു ധാരണയുണ്ട്, ആദ്യമായിട്ടല്ല അവരത് കേൾക്കുന്നത്. അപ്പൊ അവർ കുറെ കൂടെ ഇന്ററാക്റ്റീവ് ആണ് ക്ലാസ്സുകളിൽ. ഒരിക്കലും നമ്മുടെ കുട്ടികൾ ബോറായിട്ടോ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് അല്ലാത്ത സിറ്റുവേഷൻ ക്ലാസ്സുകളിൽ കാണാൻ പറ്റില്ല. സോ അവർ ഹൈലി ഇന്ററാക്റ്റീവ് ആണ്. അതിനുശേഷം അവർ എക്സാമിനേഷൻ രാവിലെ തന്നെ വന്ന് എഴുതും. എക്സാമിനേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ ഫോൾട്ടുകളാണോ അന്ന് പഠിച്ചതിൽ അവർക്കുള്ളത് അതവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും അത് പിന്നീടുള്ള ഫോളോ അപ്പ് ക്ലാസ്സുകളിൽ അവർക്ക് അത് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് പോകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വരുന്നൊരു കുട്ടി ഈവൻ +2 മാർക്ക് കുറഞ്ഞൊരു കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ 50% മാർക്കില്ലാത്തൊരു കുട്ടിയാണെങ്കിലും അതൊന്നുമല്ല നമ്മുടെ ക്രൈറ്റീരിയ. ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടിയാണോ സൈലത്തിൽ വരുന്നത് ആ കുട്ടീനെ റിസൾട്ടായി മാറ്റുക എന്നുള്ളതാണ് സൈലത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ എന്തായാലും ഈ ഹൈബ്രിഡ് സിസ്റ്റം നമ്മുടെ മെറ്റീരിയൽസ് ഓരോ വർഷവും നമ്മൾ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യാസം വന്നു. ഈ പ്രാവശ്യം നമ്മൾ വെൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള DPPs നമ്മൾ സെറ്റ് ചെയ്തു. ആ DPPs ഓരോ ദിവസവും എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസും അതിൽ പ്രീവിയസ് ഇയർ ജെഇ പ്രീവിയസ് ഇയർ കീം ജെഇ അഡ്വാൻസിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുമ്പോൾ ആ ടോപ്പിക്കിൽ ഇതുവരെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ചോദിച്ചിരിക്കുന്നത് അവിടെ ഓൾറെഡി റിട്ടേൺ ആണ്. അപ്പൊ കുട്ടികൾക്ക് വേറൊരു ബുക്ക് നോക്കി പോകേണ്ട ഒരു ആവശ്യം അതിലില്ല, എല്ലാം അതിലുണ്ട്. അത് എഴുതാനുള്ള സ്പേസ് പോലും ആ DPPയിലുണ്ട്. വേറൊരു നോട്ട്ബുക്കിന്റെ പോലെ ആവശ്യം അവർക്ക് വരുന്നില്ലോ. അപ്പൊ പഠിക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരു മനസ്സ് മാത്രം ഉണ്ടെങ്കിൽ ആ മനസ്സും കെട്ടിപ്പിടിച്ച് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ റിസൾട്ടാക്കി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് സൈലം പറയുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ സാറ് പിന്നെ സാർ ഒരുപാട് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ സാറിന്റെ പേര് ദിനേശ് എന്നല്ല, ആക്ച്വലി ഡോക്ടർ ദിനേശ് എന്നാണ്. ഡോക്ടറേറ്റ് PhD ഉള്ള ആൾക്കാണ്. ഒരുപാട് പഠനത്തിലും അതോടൊപ്പം തന്നെ പഠിപ്പിച്ചിട്ടും ഒരുപാട് എക്സ്പീരിയൻസിലാണ് സാർ. പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, കാനഡയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പിന്നെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തവരാണ് സാർ. അപ്പം അതിനൊക്കെ വിഭിന്നമായിട്ട് എന്താണ് സൈലത്തിന് സാറിന് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിരിക്കുന്നത്? സൈലം വന്നതിന് ശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു നീറ്റിന്റെ ഒരു കുട്ടി വിദ്യശ്രീ എന്ന് പറഞ്ഞ കുട്ടിയുടെ വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി പല സ്ഥാപനങ്ങളിലും പഠിച്ചിട്ട് ഈ വർഷം ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ അവിടുന്ന് അഡ്മിഷൻ റിജക്ട് ചെയ്ത് സൈലത്തിൽ പഠിക്കാൻ വന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ഇപ്പൊ നമ്മുടെ റിസൾട്ട് നോക്കുമ്പോൾ 680+ മാർക്ക് മേടിച്ച് ആ കുട്ടിക്ക് റിസൾട്ട് ആക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ വേറൊരു സ്ഥാപനത്തിനും പറ്റാവുന്ന ഒരു കാര്യമല്ല. അത് സൈലത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. സൈലത്തിന്റെ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെയും സൈലത്തിന്റെ അക്കാഡമിക്സിന്റെയും സൈലത്തിന്റെ ഡൗട്ട് ക്ലിയറൻസിന്റെയും സൈലത്തിന്റെ ടീച്ചേഴ്സിന്റെയും സൈലത്തിന്റെ ഡയറക്ടേഴ്സിന്റെയും ഒരു ഗ്രേറ്റ് വിഷണറി, ഒരു ഡെഡിക്കേഷൻ അത് നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തേ പറ്റൂ, അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ പുറമേ നിന്ന് നോക്കുന്നതിനേക്കാൾ ഉപരി ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി ഇതിന്റെ ഉള്ളിൽ വരുമ്പോഴാണ്. സാറിന് അറിയാലോ, സാറും പല സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഒരാളാണ് അല്ലെ. നമ്മൾ പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല. കുട്ടികൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് പഠിക്കാനുള്ള എന്ത് സാഹചര്യമാണോ ഹോസ്റ്റലിൽ ആവശ്യമുള്ളത്, വെൽ ടാബ്
അതായത് കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും കണ്ട് റിവൈസ് ചെയ്യാനുള്ള ഒരു ടാബ് സിസ്റ്റം. പണ്ട് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു. അതിൽ നിന്നും മാറി ഒരു ലോക്ക്ഡ് ടാബ് ആകുമ്പോൾ അവർക്ക് വേറൊരു സാഹചര്യത്തിലേക്കും മൂവ് ചെയ്യാനും പറ്റില്ല. പക്ഷെ എന്നാൽ കുട്ടികൾക്ക് വേണ്ട എല്ലാ ആക്സസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം അതിലുണ്ടല്ലോ. കളിക്കാനുള്ള ഉപകരണത്തിൽ നിന്നും പഠിക്കാനുള്ള ഉപകരണമായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കുക, ഒരു മോഡേൺ ടെക്നിക് ഉപയോഗിച്ച് മോഡേൺ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് മെസ്സേജ്. അതെ. സാറിപ്പോ തൃശ്ശൂരിന്റെ കോർഡിനേറ്റർ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ സാറിന്റെ പിന്നിൽ നല്ലൊരു ടീം ഉണ്ട് എന്നാണ് സാറ് പലപ്പോഴായിട്ട് ഷെയർ ചെയ്തത്. കാരണം തൃശ്ശൂർ എന്ന് പറയുന്നത് ഇപ്പൊ സാറ് തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ എൻട്രൻസിന്റെ ഒരു ഹബ്ബായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം തൃശ്ശൂരായിരുന്നു. അപ്പൊ തൃശ്ശൂരാണ് എൻട്രൻസിന് ഇപ്പോൾ ഒട്ടുമിക്ക ടീച്ചേഴ്സും പഠിച്ചു വളർന്നത് തന്നെ തൃശ്ശൂരിൽ നിന്നാണ് പല ഭാഗം പോലും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു സൈലത്തിലെ ടീച്ചേഴ്സ് സ്കൂൾ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ തൃശ്ശൂർ സൈലത്തിലായാലും ഏത് സൈലത്തിലെ ടീച്ചേഴ്സ് സ്കൂൾ എന്നാലും വെൽ ഡെഡിക്കേറ്റഡ് ടീം ഓഫ് ടീച്ചേഴ്സ് ആണുള്ളത്. നമ്മൾ ഹോസ്റ്റലുകളിൽ പോയി ഡൗട്ട് ക്ലിയറൻസ് കൊടുക്കുമ്പോഴും ഒരു കുട്ടിക്ക് പോലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്ക് വേണ്ട രീതിയിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന ടീച്ചേഴ്സ്, അതുപോലെ തന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മെന്റേഴ്സ്, ഹോസ്റ്റൽ വാർഡന്മാര്, ടെക്നിക്കൽ ടീം, ഹോസ്റ്റൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ ഒരു മൊത്തം ടീമിന്റെ ഒരു എന്താ പറയാ ഒരു ഇവോൾവ്മെന്റ് ആണ് ഒരു കുട്ടിയിൽ കൂടെ സൈലം പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സൈലത്തിൽ വരുന്ന ഒരു കുട്ടി പോലും റിസൾട്ടായി മാറാതെ ആ കുട്ടി എന്താണോ ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത് അതിന്റെ ഫുൾ റിസൾട്ടാക്കി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ജസ്റ്റ് എന്താ പറയാ നല്ല സ്ട്രോങ് മൈൻഡോട് കൂടെ സൈലത്തിൽ കയറി വന്നാൽ സൈലം അതിനെ എന്താക്കി തരും, റിസൾട്ട് ആക്കി തരും. അപ്പൊ സാറിന്റെ ടീം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സെറ്റാണ്. അപ്പൊ മക്കളെ, ഇത്രയാണ് പറയാനുള്ളത്. സാറ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മുമ്പ് എവിടെ പഠിച്ചെന്നോ, ആര് പഠിപ്പിച്ചെന്നോ, എന്താണ് നിങ്ങളുടെ മുമ്പത്തെ അക്കാഡമിക് പെർഫോമൻസ് എന്നോ, എത്ര മാർക്കെന്നോ എന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ, നിങ്ങൾ പാഷനേറ്റ് ആണോ എന്നുള്ള കാര്യം മാത്രമേ സൈലം നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. പരമാവധി നിങ്ങളുടെ മാക്സിമത്തിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കൊല്ലം ഇവരെ ഒരു നല്ലൊരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെ ഡ്രീം കോളേജിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സൈലം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കാം, നിങ്ങൾ കയറി വാ. അടിച്ചു കയറി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.